ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഈ സുന്ദരിക്കുട്ടിയായിട്ട് എങ്ങടാ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരു കട ഉദ്ഘാടന ചടങ്ങുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊന്ന് പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാം. എല്ലാ ഫ്രണ്ട്സും എല്ലാവരും ഒന്നിച്ച് വന്നേ നമുക്ക് ഒരുമിച്ച് പോകാം. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്, സുന്ദരി ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം, ആദ്യം തന്നെ നമ്മൾക്ക് കടയുടെ പേര് ഒന്ന് പറയാം. കടയുടെ പേര് വീഡിയോയിൽ കാണുന്നത് പോലെ ഫ്രാൻസിസ് എന്നാണ് കടയുടെ പേര്. അപ്പോൾ നമ്മുടെ ഈ കട എവിടെ സ്ഥിതി ചെയ്യുന്നത് എതിർവശത്താണ് ഈ കട ഇരിക്കുന്നത്. ഈ കട ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുതലാളി എന്ന് പറഞ്ഞാൽ അന്നിക്കണം അപ്പോൾ അന്നിട്ട അപ്പോൾ ആളാണ് കടയുടെ മുതലാളി. എല്ലാ കാര്യങ്ങളും നമുക്ക് വീഡിയോയിൽ കാണാം. അവർ പരിചയപ്പെടുത്താം. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നല്ല വെയിലാണ്. ചെറിയ സൗകര്യമുള്ളൂ പുറത്തേക്കുള്ള വഴി. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നൂര് പള്ളിയുടെ എതിർവശത്ത്, അതായത് പാരിഷ് ഹാളിൻ്റെ എതിർവശത്തായിട്ട് വരും. അപ്പോൾ കട ഉദ്ഘാടനത്തിനായിട്ട് എല്ലാവരും വന്നിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡൻറ്റ് എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഉദ്ഘാടന ചടങ്ങാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ അത് ഇങ്ങനെ എടുക്കാനായിട്ട് ഞാൻ ഇച്ചിരി ബാക്കിലായതുകൊണ്ട് ഉള്ളിലേക്ക് കയറാൻ നമുക്ക് പറ്റില്ലല്ലോ. ഉദ്ഘാടന ചടങ്ങിൻ്റെ ആൾക്കാരാണല്ലോ ഉള്ളിൽ നിൽക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇച്ചിരി ബാക്കിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്നെ കഴിയുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വോയിസ് നൽകുന്നതും കേട്ടോ. എനിക്കറിയുന്നത് പോലെ രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അങ്ങനെ ഞാൻ വീടും പോട്ടെ നമ്മുടെ കടയുടെ ഉള്ളിലേക്ക് കയറാണ് കേട്ടോ. കടയുടെ ഉള്ളിലേക്ക് കയറി ഇങ്ങനെ പിടിക്കാൻ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്, എന്നിട്ട് കടയുടെ ഉടമസ്ഥൻ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിൽ അതിൻ്റെ തിരിയൊക്കെ തെളിയിച്ചിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ പുരുഷന്മാർക്ക് ബോയ്സിനുള്ള ഷർട്ടും പാൻറ്റും അങ്ങനെ ഇനേഴ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിൽ. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറാനായിട്ടുണ്ട്. സ്റ്റെപ്പ് കയറിയിട്ട് വേണം ഗേൾസിനുള്ള കാര്യങ്ങൾ സ്റ്റെപ്പ് കയറിയിട്ട് വേണം. മുകളിലത്തെ നിലയാണ്. അപ്പോൾ ഇതിലാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഗേൾസിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ എനിക്ക് അറിയുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ വീഡിയോസ് എടുത്തേക്കണത്. കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണത്. ഗേൾസിന് വേണ്ടിയിട്ടുള്ള ടോപ്പും പാൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങളും കേട്ടോ. പിന്നെ അതുപോലെ നൈറ്റിക്ക് ഇടാനുള്ള ടോപ്പ്, ടോപ്പും ബോട്ടും ടോപ്പും അങ്ങനെ സെറ്റ് ചെയ്തിടാനായിട്ട് നൈറ്റ് ഡ്രസ്സായിട്ട് ഇടാനൊക്കെ പറ്റിയ മോഡൽസ് വന്നിട്ടുണ്ട്. പിന്നെ ഇനിയും വരാനായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് ഷെൽഫും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത്. ഇനിയും അവർ സെറ്റ് ചെയ്യാനുണ്ട്. ഇത് ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് വേണം ഇവർക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ വളരെ നേരത്തെ ആയിപ്പോയി ഡേറ്റും കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ കടയുടെ ഉദ്ഘാടനം കഴിഞ്ഞു. ഇതൊക്കെയാണ് എന്താ പറയുക, ഇതൊക്കെയാണ് കേട്ടോ കാണേണ്ട കാഴ്ച. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വയലറ്റ് പോലെ ഉള്ളത് ഞാൻ എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ എടുത്തു. പിന്നെ ഇവിടുത്തെ എന്ന് പറഞ്ഞ ഒരു പ്രത്യേകത എല്ലാ കടയിലും ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് ഫ്രീ ആണ്. അതുപോലെ തന്നെ എന്താ പറയുക, എല്ലാവരോടും നല്ല രീതിയിലാണ് ഇവർ ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വളരെ വില കുറവാണ് കേട്ടോ. വളരെ വില കുറവാണ് ഡ്രസ്സിനും കാര്യങ്ങൾക്കും. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാനിവിടെ മാസത്തിൽ 1-2 തവണ ഒക്കെ പോയിട്ട് എടുക്കാറുണ്ട്, വർഷത്തിലൊക്കെ. ഇപ്പം ഞാൻ കഴിഞ്ഞ മാസം എടുത്തിട്ടുള്ളൂ. കഴിഞ്ഞ മാസം എടുക്കാൻ പോയപ്പോൾ എടുത്ത വീഡിയോസാണ് കേട്ടോ കുറച്ചൊക്കെ ഇത്. ഉദ്ഘാടനത്തിനായിട്ട് നമുക്ക് പോകുമ്പോൾ ഡ്രസ്സ് എടുക്കണമല്ലോ, അങ്ങനെ ഞാൻ എടുത്തപ്പോൾ എടുത്ത വീഡിയോസും കാര്യങ്ങളാണ് കേട്ടോ എടുത്തേക്കണത്. അപ്പോൾ ഡ്രസ്സ് ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല, അപ്പോൾ എടുക്കാൻ മറന്നുപോയി ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളാണെന്ന് എടുത്ത് പറയണത് കേട്ടോ. പണ്ട് 3 മുറികൾ മാത്രമുണ്ടായിരുന്ന 3 മുറിയില് ഇന്നിപ്പോൾ 300ഓളം മുറികളിലേക്ക് എത്തിയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ബ്യൂറേജ്, കാനറ ബാങ്ക് അടക്കമുള്ള ഒട്ടേറെ പ്രസ്ഥാനങ്ങൾ വന്നുകൊണ്ടിരിക്കും.
അപ്പൊ തീർച്ചയായിട്ടും ഇത് മൂന്നാരിയിൽ പോലും ഇല്ലാത്ത ഒരു സംഭവമാണ്. അപ്പോൾ ഞങ്ങളുടെ നാടിനെ കുറിച്ചാണ് കേട്ടോ പറയണത്. അപ്പോൾ അത് ഞങ്ങൾ ഇപ്പോൾ ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ. അപ്പം ഞാനിതിങ്ങനെ വീഡിയോസ് എടുത്ത് കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് പേരെ കാണുമ്പോൾ അതൊക്കെ സംസാരിച്ച് അങ്ങനെ പോയി അങ്ങനെ എടുക്കണ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പം അങ്ങനെ അങ്ങനെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഇവിടെ ഇങ്ങനെ ഉദ്ഘാടന ചടങ്ങിന് വരുമ്പോൾ ആൾക്കാർ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നീറ്റായിട്ടും ക്ലീനായിട്ട് ഇടണം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മുതലാളി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ വെളുപ്പിൻ്റെ അതുപോലെ തന്നെ തിരുവനന്തപുരം അലങ്കരിച്ച് വെക്കുന്നതും അതുപോലെ തന്നെ രാജ്യ ഫ്രാൻസസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ടൈറ്റിൽ കൊടുക്കുന്നത്